ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. പ്രിയപ്പെട്ടവരെ, 9ാം ക്ലാസ്സുകാരെ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം സാർ ആദ്യം കൊണ്ട് പറയാൻ പോകണം. ഇനി ഈ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠന സംബന്ധമായിട്ടുള്ള എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും നമ്മളെ ടീം ഫ്യൂച്ചർ ഇവിടെ സെറ്റാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇനി ഞങ്ങൾ സെറ്റാക്കി തരുമെന്നുള്ള ഒരു ഉറപ്പ്, അല്ലെ, ഒരു സന്തോഷ വാർത്ത സാർ നിങ്ങളോട് പറയാണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ സാറ് പേര് ശ്രീമദ് എന്നാണ്, ഷോർട്ടായിട്ട് SM എന്നാ വിളിക്കാറുള്ളത്. സാർ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നറിയോ? നമ്മളെ എക്സാമിന് എന്തായാലും വരുമെന്ന് ഉറപ്പുള്ള ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് us എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ MCQ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കൃത്യമായിട്ട് ചെയ്യാൻ പോവാണ്. മക്കൾ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കുക, മക്കൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ സാർ ഇങ്ങനെ പോവാണേ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് r. ദ ഡിസ്പ്ലേസ്മെന്റ് ആഫ്റ്റർ ഹാഫ് എ സർക്കിൾ വുഡ് ബി. അതായത് ഒരു പാർട്ടിക്കിൾ സർക്കുലാർ പാത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഏത് പാത്തിലാണ് പോണ മക്കളെ? സർക്കുലാർ പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെറ്റാണല്ലോ. അങ്ങനെ സർക്കുലാർ പാത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് സർക്കിളിൽ പോകണ്ടോ? നോ. കംപ്ലീറ്റ് സർക്കുലർ പാത്ത് പോകണ്ടോ? ഇല്ല. അത് പകുതി ഇങ്ങനെ പോകുക. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ വരെ ഇങ്ങനെ പോവുക വിചാരിച്ചോ. ഓക്കെ, അപ്പൊ സാർ എന്ത് ചെയ്യാറിയോ? ഇവിടെ സാർ ഒരു പേര് അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ A എന്ന് കൊടുക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചോ. അത് ഇവിടെ എത്തി ബിയിൽ എത്തി എന്ന് വിചാരിച്ചോ മക്കളെ. ഈ സർക്കിളിന്റെ റേഡിയസ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചത് പകുതി, ഒരു സർക്കിളിന്റെ പകുതി കറങ്ങുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? മക്കൾക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷന് ഫൈനൽ പൊസിഷനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ഏത് ബിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? ഇതാണോ നോക്കുക? ഇതാണോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഒരിക്കലും അല്ല, അത് വെറും ഡിസ്റ്റൻസാ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഏതാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഇതല്ലേ? അല്ലേ മക്കളെ? ഇതല്ലേ? അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇനി ത്രൂടി പോവാണ്ട്, അപ്പൊ ഒരു 6 കൂടി. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അത് 2r ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ VT ഗ്രാഫ്, ഒരു VT ഗ്രാഫ് തന്നിട്ടുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് എന്ത് മോഷൻ ആണെന്ന് മക്കൾ തിരിച്ചറിയണം. യൂണിഫോം മോഷൻ ആണോ? ആ ബോഡി റെസ്റ്റിലാണോ? നോൺ യൂണിഫോം മോഷനിലാണോ? അല്ലെ മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷനിലാണോ? കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഒന്നും പേടിക്കണ്ട മക്കളെ. നിങ്ങൾ ഇതുവരെ ഫ്യൂച്ചറിന്റെ ആപ്പ് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാരാണ്, എന്താ ഇപ്പൊ പർച്ചേസ് ചെയ്ത് വെച്ചോ. സാർ ഈ ചാപ്റ്റർ ഗംഭീരമായിട്ട് സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ആപ്പിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്ന് സാറ് പറയാനുള്ള കാരണം എന്താ അറിയോ? 999 രൂപ മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആവുള്ളൂ എന്നുള്ള കാര്യം സാർ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നോക്കടാ ഇതിന്റെ വെലോസിറ്റി മാറുന്നുണ്ടോ? ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ പോവല്ലേ, അല്ലെ? അപ്പൊ ആ ബോഡി എന്ത് മോഷനിലാണ്? ആ ബോഡി യൂണിഫോം മോഷനിലാന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ദ യൂണിറ്റ്. അപ്പൊ നിങ്ങൾ എന്താ അറിയോ നോക്കണ്ട്? ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഒരു വേറെ രീതിയിൽ, അല്ലെ, ഒരു പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ. അത് എന്താ ക്വസ്റ്റ്യൻ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ എന്താ കിട്ടുന്നത് മക്കൾ ആദ്യം അറിയണം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് കിട്ടുക എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അറിയാലോ. ഇനി ചോദിച്ചെന്ന് അറിയോ? ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നോക്കുക, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതെന്താ നമുക്ക് അറിയണം. വിച്ച് ഹാസ് ദ യൂണിറ്റ്, അതിന്റെ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചത്. അതിന്റെ യൂണിറ്റ് എന്താ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താ മക്കളെ? മീറ്റർ ആണ്. അപ്പൊ മീറ്റർ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 കാറുണ്ട് BADC. 4 കാറുണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്ന് മക്കൾ പറയണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ അറിയോ? കാർ A ഈസ് ഫാസ്റ്റർ ദാൻ കാർ D, അല്ലെ? രണ്ടാമത്തത് കാർ B ഈസ് ദ സ്ലോവസ്റ്റ്. 3 കാർ D ഈസ് ഫാസ്റ്റർ ദാൻ കാർ C. 4 കാർ C ഈസ് ദ സ്ലോവസ്റ്റ്. ഇങ്ങനെ കാണുമ്പോൾ സാറേ കാർ സ്ലോ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ സാർ ഒരു പോയിന്റ് അങ്ങോട്ട് പറഞ്ഞുതരാം മക്കളെ. ഇത് എന്ത് ഗ്രാഫാ? ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാ. നോക്കുക, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാ, അല്ലെ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക അറിയോ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്താ കിട്ടുക അറിയോ? വെലോസിറ്റി ആണ് കിട്ടുക. വെലോസിറ്റി. അപ്പൊ മക്കൾ ഇവിടെ 4 കാറുണ്ട് BADC. ഇതിൽ ഏതിനാണ് സ്ലോപ്പ് കൂടുതൽ? നോക്കിയാൽ മതി. ചെരിവ് കൂടുതൽ ആർക്കാ?
സ്ലോപ്പ്. മക്കൾ നോക്ക്, ബിക്കാണോ എക്കാണോ ഡിക്കാണോ സിക്കാണോ ചെരിവ് കൂടുതൽ? ചെരിവ് കൂടുതൽ, സ്ലോപ്പ് കൂടുതൽ ആർക്കാ? ഒറ്റയടിക്ക് പറയാൻ പറ്റും സാറേ, സിക്കാണ് ചെരിവ് കൂടുതൽ അല്ലെ? ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കൂടുതൽ സിക്കാ. ആർക്കാണോ ചെരിവ് സ്ലോപ്പ് കൂടുതൽ അയാൾക്കായിരിക്കും വെലോസിറ്റി കൂടുതൽ. ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അയാൾക്കായിരിക്കും എന്ത് കൂടുതൽ? വെലോസിറ്റി കൂടുതൽ. ഇനി നോക്ക് മക്കളെ, കാർ എ ഈസ് ഫാസ്റ്റർ ദാൻ കാർ ഡി. നോക്ക്, കാർ എനെ നോക്ക്, കാർ ഡിനെ നോക്ക്. കാർ എ എന്ന് പറഞ്ഞാൽ കാർ ഡിയിലേക്കാ സ്പീഡ് പോകുന്ന പറഞ്ഞത്. പോവോ? പോവില്ല, പോവില്ല. അതെന്തുകൊണ്ടാ മക്കളെ? കാർ എക്ക് സ്ലോപ്പ് കുറവാ, കാർ ഡിക്കാ സ്ലോപ്പ് കൂടുതൽ. അപ്പൊ ഒരിക്കലും അത് ശരിയാവില്ല. രണ്ട്, കാർ ബി ഇസ് ദ സ്ലോവസ്റ്റ്. ബി കാറാണ് ഏറ്റവും സ്ലോയിലുള്ളത് അല്ലേ? കാരണം കാർ ബിനെ നോക്ക് മക്കള്, കാർ ബിനെ നോക്ക്. ഈ കാർ ബിക്ക് സ്ലോപ്പ് എന്താ? കുറവാ. സ്ലോപ്പ് കുറവാണെങ്കിൽ അതിന് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ബി ആണ്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നോക്കണ്ട, ഒരു സ്റ്റേറ്റ്മെന്റേ ശരിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട കാര്യമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, കാർ ഡി ഈസ് ഫാസ്റ്റർ ദാൻ കാർ സി. കാർ ഡി ഈസ് ഫാസ്റ്റർ ദാൻ കാർ സി. കാർ ഡി ഈസ് ഫാസ്റ്റർ ദാൻ കാർ സി ഒരിക്കലും ഇല്ല. കാരണം എന്താ? കാർ സിക്ക് സ്ലോപ്പ് കൂടുതൽ. അടുത്ത്, കാർ സി ഇസ് ദ സ്ലോവസ്റ്റ്. ഏറ്റവും സ്ലോ ഉള്ള കാർ സി ആണ്. അല്ലല്ല, ഏറ്റവും സ്പീഡ് കൂടുതലുള്ള കാറാണ് കാർ സി. കാരണം അതിനാണ് സ്ലോപ്പ് ഏറ്റവും കൂടുതൽ, ചെരിവ് ഏറ്റവും കൂടുതൽ. ഇതുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം മനസ്സിലായില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? ഡിസ്റ്റൻസ് ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, ആക്സിലറേഷൻ ആണോ, സ്പീഡ് ആണോ? സംശയം വേണ്ട. ഏതാ 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 ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, ആക്സിലറേഷൻ ആണ്. പഠിച്ചു വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്താ കിട്ടുക? വെലോസിറ്റി ആണ് കിട്ടുക, വെലോസിറ്റി ആണ് കിട്ടുക. പഠിക്കണേ, പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർ മൂവ്സ് 100 കിലോമീറ്റർ നോർത്ത്. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ അറിയോ, നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ വരണം ഓരോ ചിത്രങ്ങൾ. സാറേ ആനിമേഷന്റെ രൂപത്തിലാണ് ഇപ്പോ ആപ്പിൽ എന്ത് ചെയ്യുന്നത്? പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആനിമേഷൻ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മനസ്സെന്താവില്ല, പോയി പോവില്ല. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആപ്പ് പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. മക്കളെ നോക്കിയോ, നോക്കിയോ, ഒരു കാർ 100 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. നോർത്തിലേക്ക് 100 കിലോമീറ്റർ പോയി. എന്നിട്ടോ എന്നിട്ടോ അത് 100 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. 100 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നതാ, മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. മക്കളെ നോക്കുക, നോക്കുക, സിമ്പിൾ ആണ്. മുകളിലോട്ട് പോയി 100 കിലോമീറ്റർ, പിന്നെ താഴോട്ട് വന്നു അല്ലെ? അപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കുന്നു? മക്കളെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തി. ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ പോയി തിരിച്ചു ഇവിടെ തന്നെ എത്തി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഓഫ് മോഷൻ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ. എടാ, ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചു. ഒരു പോയിന്റ് സാറും കൂടെ പറഞ്ഞുതരാം. എടാ, ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് ഈക്വൽ ആവുക അറിയോ? ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോഴാണ്. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോഴാണ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവുക. ഇത് മൊത്തം ഓപ്ഷൻ വായിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമല്ല, ഈ പോയിന്റ് മാത്രം ഓർത്തിച്ചാൽ മതി. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ മക്കൾ നോക്കുക, ഈ 4 ഓപ്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഒന്നാമത്തെ നോക്ക്, സ്ട്രെയിറ്റ് ആയിട്ടാ പോകുന്നത്, അപ്പൊ അത് തന്നെയാണ് ആൻസർ. രണ്ടാമത്തെ സ്ട്രെയിറ്റ് ആയിട്ടാണോ? അല്ല, സർക്കുലർ പാത്തിലാ പോണ്, അപ്പൊ ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആവില്ല. ഇനി മൂന്നാമത്തെ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിക്കുക അല്ലെ, ഊഞ്ഞാലാടും പോലെ. അതൊരിക്കലും സ്ട്രെയിറ്റ് അല്ല അല്ലെ, മുന്നോട്ട് പോവുക ബാക്കോട്ട് വരിക, മുന്നോട്ട് പോവുക ബാക്കോട്ട് വരിക, ഊഞ്ഞാലാടുക. അത് സ്ട്രെയിറ്റ് പാത്ത് ആണോ മക്കളെ? അല്ല, സ്ട്രെയിറ്റ് പാത്ത് അല്ല. ദ എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. ദ എർത്ത് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. സ്ട്രെയിറ്റ് ആണോ? നോ, സ്ട്രെയിറ്റ് അല്ല. അപ്പൊ മക്കൾ നോക്കണം അറിയോ, സ്ട്രെയിറ്റ് ആണോ നോക്കുക. സ്ട്രെയിറ്റ് പാത്തിലാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഊഞ്ഞാലാടുമ്പോൾ ഒരു കാര്യം ആലോചിച്ച്, ഊഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് പോയി ബാക്കോട്ട് വന്ന്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയും 0 ആയില്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് സെയിം ആവോ? നോ, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്താവില്ല, സെയിം ആവില്ല. ഇനി ഇനി ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ സാറും കൂടി തരിക. എത്ര ആൾക്കാർക്ക് ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്ന സാർ കൃത്യമായിട്ട് പരിശോധിക്കും. ഓക്കെ, എത്ര ആൾക്കാർ ഇതിന്റെ ആൻസർ പറയുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കമന്റ് ബോക്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും.
ബൈ.